ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന് ദില്ലി ആർകെപുരം കേരള സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം. വിവിധ പരിപാടികളോടെയാണ് കേരള സ്കൂൾ വിദ്യാർത്ഥികൾ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തെ വരവേറ്റത്. വാദ്യഘോഷങ്ങളും താലപ്പൊലിയുമൊക്കെയായി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിന് കേരള സ്കൂളിൽ ലഭിച്ചത് ഉജ്ജ്വല വരവേൽപ്പാണ്. കേരള സ്കൂൾ പ്രതിനിധി സന്ദീപ് എസ് നായരും പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘത്തിലെ വിദ്യാർത്ഥിനി ലക്ഷ്മി സുധാകറും പതാകകൾ കൈമാറിയതോടെ സംഘത്തിന്റെ ദില്ലിയിലെ ആദ്യ പരിപാടിക്ക് തുടക്കമായി. ഇന്ത്യയെ അറിയാൻ വിദേശ മലയാളി വിദ്യാർത്ഥികൾക്ക് ഒരു അപൂർവ അവസരമൊരുക്കുകയാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ബിസിനസ് ഹെഡ് ഫ്രാങ്ക് പി തോമസ് പറഞ്ഞു. What we are trying to do is to give them a feel of what India is, what India's greatness is. പരിപാടിയുടെ ഭാഗമായതിൽ സന്തോഷമെന്ന് കേരള സ്കൂൾ പ്രിൻസിപ്പൽ മീര എസ് നായർ പറഞ്ഞു. പ്രശസ്ത സംവിധായകൻ മേജർ രവി, ഏഷ്യാനെറ്റ് ന്യൂസ് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ അടൂർ, ദില്ലി മലയാളി അസോസിയേഷനു വേണ്ടി ബാബു പണിക്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കേരള സ്കൂൾ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദം കുട്ടികൾക്ക് പുതിയ അനുഭവമായി. ഇവിടെ കുറെ ഒരു പുതിയ ടൈപ്പ് ആൾക്കാരെ കാണാൻ പറ്റി. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. മാതൃരാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഉജ്ജ്വല വരവേൽപ്പ് തന്നെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘാംഗങ്ങൾ. ദേശഭക്തിയോടൊപ്പം വിവിധ സംസ്കാരങ്ങളെ അടുത്തറിയാനുള്ള ആകാംക്ഷയും നിറഞ്ഞു നിന്നു ഇവരുടെ ഈ സംവാദത്തിൽ. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ പി വടിവേലിനൊപ്പം സഹൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.